അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കട് കയറിയപ്പോൾ ശരിക്കും എന്താ പറയുക, ഒരു വർക്ക്ഷോപ്പിൽ എന്താ മാതിരി എന്ന് പറയില്ലേ, അമ്മാതിരി ടൂൾസുകളും എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കണതാണ്. അമ്പങ്ങളൊക്കെ എല്ലാം നമുക്ക് സംഭവം കേട്ടോ. ഓക്കെ, ഓ കത്തിരിക്കുക. ഈ ലെഡും ടിന്നും കലർന്ന ഫിലമെന്റ് കണ്ടുപിടിക്കാൻ ഒരു വ്യക്തിയുടെ ഒരു ജീവിതകാലം മുഴുവൻ പോയിട്ടുണ്ട് സാർ. അതാണ് അതിന്റെ വിലയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് 10 രൂപ കൊടുത്താൽ കിട്ടും, വാങ്ങും, എടുക്കും, വലിച്ചേരി എത്ര ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ പുത്തുമലയിൽ നമ്മുടെ ശ്രീകുമാരേട്ടൻ്റെ വീട്ടിലുള്ള കേട്ടോ. ഇദ്ദേഹം ഇവിടെ താമസം തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ട് ഇവിടെ താമസം തുടങ്ങി? ഇവിടെ ഞാൻ ജനിച്ചു വളർന്നതാണ്. ഇപ്പോൾ 40 എന്താ പറയുക, ശരിക്കും ഞങ്ങളുടെ ഈ ഏജ് നോക്കുകയാണെങ്കിൽ 55-60 വർഷമായി. പക്ഷെ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നിട്ട് 49ാമത്തെ, കറക്റ്റ് പറയുകയാണെങ്കിൽ 49 വർഷമായി അല്ലേ. പുത്തുമലയിൽ ഉരുൾപൊട്ടിയിട്ട് 5 വർഷമായി. അപ്പം അന്ന് മുതൽ ഇദ്ദേഹം ഇവിടെ കറണ്ടൊക്കെ എന്താ പറയുക കട്ട് ചെയ്തേക്കും, കറണ്ടൊന്നുമില്ല. അപ്പോൾ അന്ന് മുതൽ ഇദ്ദേഹം, നമ്മളും കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിക്കാൻ. കാരണം ഇദ്ദേഹം ഇവിടെ വീട്ടിൽ കറണ്ട് എങ്ങനെയാണ് ഉൽപ്പാദിക്കുന്നത് എന്നുള്ളത്, ഉൽപ്പാദിപ്പിക്കുന്ന കാരണം വെച്ചാൽ നമ്മുടെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഡൈനാമോ ഇതെന്ന് പറയാ ഒരു പിന്നെ ടർബൈൻ, ഒരു ടർബൈൻ. ആ ടർബൈൻ ഇതിനോട് ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിനോട് പിന്നെ നമ്മളെ ജനറേറ്റർ ചെമ്പും കാന്തവും കൂടിക്കുള്ള കോയിലിനോട് ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ചലിച്ചു കഴിഞ്ഞാൽ കറണ്ട് ആവും. നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ ട്യൂൺ ചെയ്തെടുക്കുന്നതാണ്. ഇത് കറങ്ങിയാൽ കറണ്ട് ആവും. ഫാർനേച്ചർ അല്ല, നമുക്ക് 5-6 സൈസ് കറണ്ട് ഉണ്ട്, 6 സൈസ് കറണ്ട് ഉണ്ട്. ഒരു സൈസ് കറണ്ട് അല്ല സാർ. കറണ്ട് AC കറണ്ട് ഉണ്ട്, DC കറണ്ട് ഉണ്ട്. AC കറണ്ടിലും DC കറണ്ടിലും ഉണ്ട്. പിന്നെ തീവ്രത കൂടിയിട്ട് വോൾട്ടേജ് കുറഞ്ഞ കറണ്ട് ഉണ്ട്, വോൾട്ടേജ് കൂടിയിട്ട് തീവ്രത കുറഞ്ഞ കറണ്ട് ഉണ്ട്. ഇതിന് ഒരു എല്ലാത്തിനും സംഭവം. ഇതിപ്പോ സാറാണ് ഇത് ഉത്പാദിപ്പിച്ചെടുക്കുന്ന കറണ്ട് ഈ 12 വോൾട്ട് നമുക്ക് പിന്നെ ട്രാൻസ്ഫോമർ കേട്ടിട്ട് 500 വാട്ട്സ് ആക്കാം, ഷോക്ക് കൊടുക്കാം, AC ആക്കാം, DC ആക്കാം. വോൾട്ടേജ് കുറച്ചിട്ട് തീവ്രത കൂട്ടിയിട്ട് സപ്ലൈ ചെയ്യാം. ഈ അരി കൊണ്ട് എന്തെല്ലാം പല കറണ്ട് ആക്കും, അതേപോലെ തന്നെ കറണ്ട് കൊടുക്കും. വിവിധ രീതിയിൽ നമുക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ പറയാനുള്ള മൈക്കിൾ ഫാരഡെ ഒരു ജന്മം മുഴുവൻ പരിശ്രമിച്ചിട്ട് കറണ്ട് കണ്ടുപിടിച്ചു, കത്തിക്കാൻ പറ്റില്ല. പിന്നെ പിന്നീട് വന്ന അടുത്ത തലമുറന്റെ തോമസ് ആൽവ എഡിസണാണ് ഇത് ലെഡും ടിന്നും കലർന്ന ലോഹത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ കത്തുന്ന കണ്ടുപിടിച്ചിട്ട് മനുഷ്യരാശിക്ക് ബൾബ് കൊടുത്ത്. അതിനൊരാളുടെ തലയുണ്ട് സാറേ. ഒരാളുടെ ജന്മം മുഴുവൻ ഈ ബൾബിന് ബാക്കിലുണ്ട്. അയാളെ അവസാനം എഡിസൺ മെന്റൽ രോഗിയായി. അതിൽ കൂട്ടുകാരെല്ലാരും കൂടി പിടിച്ചിട്ട് മനോരോഗ ആശുപത്രി കൊണ്ടുപോയി. അപ്പം ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ പ്രാന്തന്റെ വസ്ത്രം ധരിക്കാതായി, അപ്പം നിങ്ങൾ പ്രാന്തനെ പോലെ ആയല്ലോ, ഇത്രയും പരാജയപ്പെട്ടു നിങ്ങൾ. അപ്പം എഡിസൺ ഡോക്ടർ പറഞ്ഞു, ഞാൻ അത്രയും ലക്ഷ്യത്തോട് അടുത്തു പറഞ്ഞു. അതാണ് ഈ ബൾബിന്റെ ഉള്ളിലെ ലെഡും ടിന്നും കലർന്ന ഫിലമെന്റ്. ഈ ലെഡും ടിന്നും കലർന്ന ഫിലമെന്റ് കണ്ടുപിടിക്കാൻ ഒരു വ്യക്തിയുടെ ഒരു ജീവിതകാലം മുഴുവൻ പോയിട്ടുണ്ട് സാർ. അതാണ് അതിന്റെ വിലയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് 10 രൂപ കൊടുത്താൽ കിട്ടും, വാങ്ങും, എടുക്കും, വലിച്ചേരി എത്ര ഉള്ളൂ. പക്ഷെ ഇതിന്റെ ബാക്ക് അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ വെള്ളം ഇപ്പൊ പുഴയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പവർ, ഞാൻ ഒരു ബൾബ് മതിയല്ലോ നമുക്ക്. ഒരു ബൾബ് ഇടാം ഇവിടെ, അതിന് അലൈൻമെന്റ് തെറ്റും. കാരണം ഇവിടെ രാത്രി വൈകുന്നേരം ആകുമ്പോൾ ഉറങ്ങുന്നവരും എണീക്കുന്നവരും ഉണ്ട്. അപ്പൊ നമ്മൾ അനാവശ്യമായിട്ട് ഇവിടെ വെളിച്ചം കൊടുത്താൽ ഈ ഉറങ്ങുന്നവർ ഉറങ്ങൂല. അതായത് തേനീച്ച ക്രമം തെറ്റും, കടന്നൽ ക്രമം തെറ്റും. കടന്നൽ ക്രമം നമ്മൾ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ക്കാവും. കാരണം കണ്ണും മൂക്കൊക്കെ വലുതാവും, നീര് സംഭവിക്കും. അതണ്ട എന്നെ കണ്ടാൽ മനസ്സിലാവില്ല ടീച്ചറിനെ കുത്തിണ്ടത്. അപ്പൊ നമ്മൾ രാത്രി വെളിച്ചം കൊടുക്കുക. നമ്മൾ ഇരിക്കുന്നിടത്ത് മാത്രം ഒരു ബൾബ് മാത്രം എടുക്കുക, അത് നമ്മൾ കിടക്കുമ്പോൾ കെടുത്തി വെക്കുക. അപ്പൊ ഇത് നമുക്ക് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ഇത് ഡയറക്റ്റ് ഇതേമാതിരി ബൾബ് കത്തണം, അല്ലാണ്ട് ബാറ്ററി ഒന്നും ഇല്ല. ബാറ്ററി വേണേ വെക്കാം. ബാറ്ററി ഇപ്പൊ നിലവിലുണ്ട്. ബാറ്ററി ഇല്ലാണ്ടും കത്തിക്കാം, ബാറ്ററി ഇല്ലാണ്ടും കത്തിക്കാം, ബാറ്ററിയിൽ ലോഡ് ചെയ്യുക. നമ്മൾ മഴവെള്ളം ബക്കറ്റ് പിടിക്കുക, മഴവെള്ളം നമുക്ക് ബക്കറ്റിൽ പിടിക്കുക, എന്നിട്ട് മേത്ത് വെച്ച് നനയ്ക്കാം. ഇപ്പൊ നമ്മള് രാത്രി ആവുമ്പോ പൈപ്പ് തുറന്നിട്ട് വെള്ളം കണക്ഷൻ കൊടുക്കുന്നു. ആ വെള്ളം പുഴയിൽ കൂടെ പോകുന്നത് ഇതുവഴി പോകുന്നത് മാത്രം, ഇതുവഴി വരുന്നു. പിന്നെ അതുപോലെ നമ്മൾ കിടക്കാൻ നേരത്തെ ഓഫ് ആക്കിയിടും. പിന്നെ ആനയും കടുവയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ആഴത്തുണ്ട് അറിയാം. പിന്നെ അവർക്ക് പറ്റിയ ഭക്ഷണം എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് പോകും. ഇതിന്റെ മുകളിൽ വന്നിട്ട് ചക്ക പറിച്ചിട്ട് അത് തിന്നിട്ട് പോകും. അല്ല നമ്മളെ വീട് പൊളിക്കുവോ, നമ്മളെ മേക്കിട്ട് കയറുമോ, അങ്ങനത്തെ കടുവ കൂടെ വരാറുണ്ടോ?
വനത്തിൽ സ്വയം എല്ലാവരും നിയമം പഠിക്കുന്നവരാണ്. ആരും ആരുടെ മേത്ത് മുതുകിന് കയറൂല. അതെ അതെ, മുതുകിന് കയറുന്നുണ്ട് കൊട്ടും വിശപ്പടക്കാൻ മാത്രം, ഭക്ഷണം കഴിക്കാൻ മാത്രം, അല്ലാണ്ട് വേറെ ആരും മേത്തും ആരും ഒന്നും ചെയ്യൂല സാർ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം കേട്ടോ. അതായത് ഇപ്പോ നമ്മുടെ ആ ഒരു ഉരുൾപൊട്ടിയ ഭാഗത്ത് നിന്ന് ആ ഒരു അവിടുന്ന് വരുന്ന വെള്ളമാണ്, അതായത് ഒരു 60 അടി താഴ്ചയെന്ന് വരാം. ഇതിന് 60 അടിയുള്ളൂ, ഇതിൽ നിന്നും 70 അടി ഉയരത്തിനാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. അപ്പൊ സാർ ചിന്തിക്കണം, മരുന്ന് പ്രയോഗിക്കുന്ന ബലം. അതെ അതെ അതെ, അതോ ഒരു തുള്ളി വെള്ളമല്ല, ഒരു ടാങ്കർ ലോറി വെള്ളം പോലെ അങ്ങോട്ട് പ്രയോഗിക്കുന്നത്. അതാണ് നാച്ചുറൽ പവറിന് വരെ. അപ്പൊ ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞത്, നമ്മൾ കടൽ തീരുന്നതിനെക്കാട്ടും 4000 അടി ഉയരത്തിലാണ്. ഈ 4000 അടി ഉയരത്തിൽ ഒരു 50,000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്ത് കെട്ടണം. എത്ര HP മോട്ടർ വേണം സാറ്? ഇപ്പൊ സാറ് ബീച്ചിന് കടപ്പുറത്ത് പമ്പ് സെറ്റ് വെക്ക്, എന്നിട്ട് ഈ പർവ്വതത്തിന് നിങ്ങൾക്ക് അസാധ്യമായ കഴിവാണത്. അതിനാണ് ഗോഡസ് ആയിട്ട് ദൈവമായിട്ടൊക്കെ പറയുന്നത്. അതാണ് അദൃശ്യമായത്. അപ്പൊ ഈ വെള്ളം നമുക്ക് എന്തിനും ഉപയോഗിക്കാം, കുടിക്കാനും. ഇത് ഒഴുകി തിരിച്ച് കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുടിവെള്ളം ആവൂല. കടലെത്തുന്നവരെ എന്തിനും ഉപയോഗിക്കാം. അതെ അതെ, കടലെത്തുന്നവരെ നമ്മൾ മലിനമാക്കാതിരിക്കുക. വേസ്റ്റ് സംസ്കരണം സമ്പന്ന രാജ്യത്തിന്റെ മുഖമുദ്രയാണ് മാലിന്യ സംസ്കരണം. ദരിദ്ര രാജ്യത്തിന്റെ മെയിൻ ഘടകമാണ് മാലിന്യ സംസ്കരണം ഇല്ലായ്മ. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ കോഴിക്കോട് ട്രൂ ലൈവിന്റെ മുന്നിൽ പെട്ടുപോയി. ഞാൻ ആര് പെട്ടു. അപ്പൊ അവർ പറഞ്ഞു, അപ്പൊ അവർ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ആവാൻ എന്താ കാരണം, നിങ്ങൾ ഇങ്ങനെ ആവാൻ എന്താ കാരണം? ഞാൻ ബ്രിട്ടീഷ് ലൈഫാണ് ആഗ്രഹിക്കുന്നത്. ബ്രിട്ടൻ സാറ്, ബ്രിട്ടനാണ് സൗദി അറേബ്യ ഭരിക്കുന്നത്. അവിടെ നിങ്ങൾ അവിടെ പോയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് പുറത്തിട്ട് അപ്പം ക്യാമറ സാറ്റലൈറ്റിൽ നിങ്ങൾ അടിച്ചിട്ട് 500 രൂപ ബെനാൾട്ടി അടിച്ച് നിങ്ങൾ ഇവിടെ അതില്ല. നിങ്ങൾ ഇവിടെ പ്ലാസ്റ്റിക് കവർ കത്തിക്കുക. അതെ അതെ. അപ്പൊ നമ്മളിതാ ഓൺ ചെയ്യാൻ പോവാണ്. ഈ ഒരു പൈപ്പിൽ കൂടെ ഒരു വെള്ളം വരുന്നുണ്ടോ? ഓക്കെ. ഓ കത്തിരിക്കും. എന്ത് ഫോഴ്സിലാണ് വരുന്നത്? നല്ല ഫോഴ്സിലാണ് വരുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് എത്ര ഇങ്ങനെ വെച്ചിട്ട് 5 വർഷമായ? ഇത് 3, 4, 5 കൊല്ലം കഴിയുമ്പോൾ ബെയറിംഗ് മാത്രം മാറ്റി കൊടുത്താൽ അല്ലാണ്ട് ഒരു അങ്ങോട്ട് ഓടിക്കോളൂ അല്ലേ? നമുക്ക് വർക്കിംഗ് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുമ്പോ ഓ കത്തി. ഇവിടെ ചാർജ് ചെയ്യുമ്പോൾ ശബ്ദ വ്യത്യാസം ലോഡ് എടുക്കുക. പക്ഷെ ഈ വാമിന് നമുക്ക് ഇരട്ടി പ്രകാശം ട്യൂബിലേക്ക് മാറ്റാം സാർ. ട്യൂബിലേക്ക് മാറ്റാം. നോക്കിട്ടോ, ട്യൂബിലേക്ക് മാറ്റാൻ നോക്കിട്ടോ. LED ആണ്. ഓ 500 വാട്ടിലുണ്ട്. നല്ല പ്രകാശം കേട്ടോ. ഇപ്പൊ തന്നെ ഇവിടെ കംപ്ലീറ്റ് അതിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം പ്രകാശമാണ് വരുന്നത്, ഇതിനാണ് വരുന്നത്. പക്ഷെ അവിടെ കണക്ഷൻ കൊടുക്കുമ്പോഴും ഇതിന് ശബ്ദ വ്യത്യാസം വരുന്നുണ്ട്. നല്ല രൂപത്തിൽ ശബ്ദ വ്യത്യാസം ഉണ്ടാ കൊടുക്കുമ്പോൾ ശബ്ദ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ വർഷങ്ങളോ ലോഡ് എടുക്കുന്ന ശബ്ദമാണ് അല്ലേ? അതായത് ഇദ്ദേഹത്തിന്റെ വീട്ടിലെ കറണ്ടാണ് നമ്മൾ ഈ കാണുന്നത്. അദ്ദേഹം രാത്രി കറണ്ട് ആവശ്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വെളിച്ചം ആവശ്യം വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് ഓൺ ചെയ്യുന്നു. ആ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ട്യൂബ് മതി. ഓ അട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. വെള്ളം കയറിയിട്ടോ കത്തി പോകാൻ സാധ്യത. അപ്പൊ ഇതിന്റെ അടുത്ത മിഷൻ സാറിനാണ് അടുക്കളയിൽ വന്ന് കാണിച്ചു നോക്കി നോക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് കയറിയപ്പോൾ ശരിക്കും എന്താ പറയാ, ഒരു വർക്ക്ഷോപ്പിൽ എന്താ മാതിരി എന്ന് പറയില്ലേ, അമ്മാതിരി ടൂൾസുകളും എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. അമ്മ നോക്കി എല്ലാ വക സംഭവങ്ങളും കേട്ടോ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ ഓസിനെ പോയിന്റ് ചെയ്യും. ഈ ഓസിനെ ഇതേപോലെ പോയിന്റ് ചെയ്യും. ഇതേപോലെ പോയിന്റ് ചെയ്യും. ഈ പോയിന്റ് ചെയ്തിട്ട് ഇതിലേക്കാണ് ആ വെള്ളം അടിക്കുന്നത്. എന്നിട്ട് ഈ വെള്ളം ഈ ഡൈനാമം നനയാതെ ഈ ഡൈനാമിനെ നമ്മൾ ഇൻസുലേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ഡൈനാമോയിൽ 1 by 1 ഓരോ സെക്കൻഡിലും ഓരോ ലിറ്റർ വെള്ളം അടിച്ചോണ്ടിരിക്കും. 10 സെക്കൻഡിൽ 10 ലിറ്റർ വെള്ളം അടിക്കാം. അതെ, 100 സെക്കൻഡിൽ 100 ലിറ്റർ വെള്ളം അടിക്കുന്നത്. അപ്പൊ ഈ അടിക്കുന്നതിനനുസരിച്ച് ഇത് ലോഡ് ഇങ്ങനെ കറങ്ങിട്ടിരിക്കും. ഇത് അൺലിമിറ്റഡ് ആയി കറങ്ങിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇവിടെ ഒരു ബാറ്ററി വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇത് പ്രവർത്തിക്കാത്ത സമയത്ത് ഉപയോഗിക്കാം. ഇതെങ്ങനെ കത്തുന്നപ്പോ അല്ല, അത് അവിടെ തിരിയുന്നോണ്ടാണോ? ബാറ്ററി ഉണ്ട്. ഇപ്പൊ ബാറ്ററി നമുക്ക് ഇൻവെർട്ടർ ആനക്ക് ഷോക്ക് കൊടുക്കാം. അത്രയും പവർ ഉണ്ട്. പക്ഷെ ഷോക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും. കഴിക്കട്ടെ. ഞാൻ തിന്നാ തീരൂല.
പിന്നെ ആർക്ക് വേണമെങ്കിൽ കഴിച്ചോട്ടെ. ആന വന്ന് പോണ്ട് വീടിന്റെ ചുറ്റുഭാഗം വന്ന് പോകൂലേ? ആ തിന്നോട്ടെ കാരണം രസമാണ് സാർ അത്. ഒരുപാട് സംഭവം ഉണ്ടല്ലോ അല്ലെ? അതൊക്കെ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശേഖരിച്ചിരിക്കണം. ഇത് വേറെ സാധനം സാർ, ഇതിൽ ഓരോന്നിനും ഓരോന്നുണ്ട്. ഇതാണ് കുന്തം. കുന്തം കണ്ടില്ലേ? കുന്താണ് സാർ ഇത്. ഈ കാണുന്നത് ഓരോ വലിയൊരു കത്തി വെച്ചിരിക്കല്ലേ? ഇത് എന്തിനു ഉപയോഗിക്കുന്നത്? കുന്തം തോക്ക് കഴിഞ്ഞ് അല്ല, ഇപ്പൊ നമ്മൾ ഇത് എന്തിനു ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾക്ക് കാഷ്വാലിറ്റി നമ്മൾ വരികയാണ്. ഇത് കുന്തം, ഇത് പഴയ കുന്താണ്. എന്തെങ്കിലും ആവശ്യം വരെ ചപ്പ് ഉപയോഗിക്കാം. കുന്തക്കാരൻ പണ്ട് കുന്തക്കാരനായിരുന്നു രാജാവിന്റെ പോലെ. പിന്നെയാണ് ഇപ്പൊ ബ്രിട്ടീഷുകാർ വന്നതിന് തോക്കും സല്യൂട്ടും തുടങ്ങി. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ? ഇത് നമ്മൾ ഉണ്ടാക്കിയത്. കത്തി പഴയതാ. കത്തിക്ക് ഒരു 50 വർഷം പഴക്കണ്ട്. കത്തിയട്ടാ. ഇതിപ്പോ ഞാൻ പറഞ്ഞേ, ഈ കടുവ ഉൾപ്പെടെ കടുവ നമ്മുടെ മനുഷ്യനെ ബാധിക്കുന്ന അതേ അസുഖങ്ങളാണ് മൃഗങ്ങളെ ബാധിക്കുന്നത്. കടുവ ഒരു പ്രായമാകുന്ന സമയത്ത് കണ്ണ് കാഴ്ച പോവും, കേൾവിയും പോവും. അപ്പാണ് അത് ടൗണിൽ വന്നിട്ട് അല്ലെങ്കിൽ ജനവാസ കേന്ദ്രത്തിൽ വന്നിട്ട് മൃഗങ്ങളെ പിടിക്കുന്നതിനേക്കാൾ സുഖമാണ് മനുഷ്യനെ പിടിക്കാൻ. അങ്ങനെയാണ് ഇറങ്ങുന്നത്. പക്ഷെ കടുവകൾ തമ്മിൽ കടിച്ചു കൊല്ലും. ഇപ്പൊ നമ്മളെല്ലാരും കടുവയാണെങ്കിൽ നിങ്ങൾ വയസ്സനായി കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കടിച്ചു കൊല്ലും, തെണ്ടാൻ അനുവദിക്കൂല. അതാണ് ടൈഗർ പവർ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ കടിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിട്ട് എവിടെയെങ്കിലും പോയി ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയിട്ട് മനുഷ്യനെ പിടിച്ച് തിന്നാൻ സാധ്യത ഉണ്ട്, പിടിച്ച് തിന്നുന്നുണ്ട്. അപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ മയക്കുപിടി വെച്ചിട്ട് സൂമിലേക്ക് മാറ്റണം. ഇത് മാറ്റാത്തതുകൊണ്ടാണ് അവിടെ പ്രശ്നം നടക്കുന്നത്. അവിടെ ആളുകളെ അതായത് ഒരു ബീറ്റില് 2, 3, 4 ഫോറസ്റ്റ് ഗാർഡന്മാർക്ക് ബീറ്റ് റൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ ബീറ്റിൽ റൗണ്ട് ചെയ്തിട്ടാ മാസങ്ങളോളം അറിയാം എനിക്ക് കടുവ നടക്കുന്നത്. ആ കടുവനെ മയക്കുപിടി വെച്ചിട്ട് ഞാൻ സൂവിലേക്ക് മാറ്റാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മൃഗങ്ങൾ പോകുന്നത്, നിങ്ങളിത് പോരുന്നത്. എന്നാലും നാളെ നിങ്ങൾ കുഞ്ഞിനെ സ്കൂളിൽ പോകുമ്പോൾ പിടിക്കും. കാരണം ഈ കടുവ വയസ്സനാണ്, കിളവനാണ്, ഓടാൻ വയ്യ, ഇതിന് ബസ് അടക്കാനുണ്ട്. അതാണ് അവിടെ വിഷയം. അപ്പൊ ക്രമം തെറ്റിക്കാണ്. ക്രമം തെറ്റും അക്രമമാണ്. ക്രമത്തിൽ പോകാൻ ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ കടുവ വരുന്നുണ്ട്, നമുക്ക് ഈ കുന്തം ഉപയോഗിക്കാം സാർ. അതിനാണ് ഈ കുന്തം. അതെ, കാട്ടുപോത്തിനെ കുന്തം എറിഞ്ഞ് പിടിക്കുന്ന കുറിച്ചിലായിരുന്നു പഴശ്ശിരാജന്റെ പട്ടാളക്കാര്. അതാണ് അന്ന് പഴശ്ശിരാജയ്ക്ക് പഴശ്ശിരാജന്റെ അംഗരക്ഷകന് ഒരു കുപ്പി വിദേശമത്തെ ഒരു കെട്ട് പോലയ്ക്കും വിറ്റതാണ് വയനാട്. ഇന്നും അത് തുടരുന്നു. ഇന്നും നമ്മുടെ സഹോദരങ്ങൾ എങ്ങനെ എത്താണ്ടാവും സാർ. ഇന്നും എന്റെ ജനം ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. അവരെ എനിക്ക് 500 വർഷം കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ അവർ മാറ്റാൻ. അതാണ് ഇത് സാറിനറിയോ, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ശവപ്പെട്ടി AK-47 മാത്രമേ ഉള്ളൂ. ബാക്കി സമ്പത്ത് മുഴുവൻ നമ്മളതാ. പെട്രോൾ ഡീസൽ മുഴുവൻ സൗദി അറേബ്യൻ്റെയാ. ക്രൂഡ് ഓയിൽ മുഴുവൻ, ഭക്ഷ്യസാധനങ്ങൾ മുഴുവൻ ഇന്ത്യയുടേതാ. അത് ഇത് നമ്മൾ ഉപയോഗിക്കാണ്ട് നമ്മൾ തമ്മിൽ തല്ലി നമ്മൾ വിഭജിക്കപ്പെട്ട് നമ്മൾ നരകയാതന അനുഭവിച്ച് അതാണ് സാർ മനസ്സിലാക്കേണ്ടത്. ഞാനാ സമ്പന്നൻ, ഞാനത് അറിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ആയിട്ട് സർവേ ഇങ്ങനെ പോവാ. അപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ മാൻ ഒരു 25-30 അടി വരെ വരും. ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ വരൂല. കഴിഞ്ഞ വേനൽക്കാലത്ത് ഫോറസ്റ്റ് മലപ്പുറം CRPFന്റെ ഫോറസ്റ്റ് പെട്ടെന്ന് ആനനെ കണ്ടു. അപ്പൊ ആനയ്ക്ക് ഞാൻ ഇവിടെ ഓരോ ഓമന പേരിട്ടെടുത്തു. ആനയ്ക്ക് ഒരു പേരിട്ടുണ്ട്, മാനൊരു പേരിട്ടുണ്ട്. ഇവര് ഈ പേര് വിളിക്കുമ്പോൾ ഇവർക്ക് അറിയാം. അത്രയും ടച്ചാ സാർ, പറയാം. അപ്പൊ പിന്നെ പെട്ടെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഫോറസ്റ്റർ പറഞ്ഞു ശ്രീകുമാറെ പോണ്ട. അപ്പൊ ബീറ്റ് ഗാർഡന്മാര് ഫോറസ്റ്റർ പറഞ്ഞു അവനൊന്നും ചെയ്യൂല. ഇവിടെ ഒരു കോർപ്പറേറ്റ് ഇല്ല, ഒരു മുതലാളി ഇല്ല, ജോലിക്ക് പോകണ്ട, നിങ്ങൾ സ്വതന്ത്രനാണ്. നിങ്ങൾക്ക് ഉറക്കം വരുമ്പോ ഉറങ്ങാം, പിന്നെ ഭക്ഷണം വിശക്കുന്ന സമയത്ത് എന്തെങ്കിലും മേഞ്ഞ് ഭക്ഷണം കഴിക്കാം. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള, അല്ലാണ്ട് എന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി കൊല ചെയ്യപ്പെടാനോ എന്റെ കീഴിൽ ജോലി ചെയ്യാനോ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഫിനാൻഷ്യൽ ക്യാപിറ്റലിസം വിട്ട് നിങ്ങൾ പ്രകൃതിയിലേക്ക് APC എന്താ പറഞ്ഞ പ്രകൃതി എന്തോ ചിന്തിക്കുന്നുണ്ട്. പ്രകൃതി നിങ്ങളോട് സദാസമയം കൂട്ടുപിടിക്കുന്നു, രാത്രിയായിട്ടും പകലായിട്ടും. തീർത്തും വ്യത്യസ്ത അന്തരീക്ഷം രാത്രി വരാൻ പോലെ. സാറേ ഇപ്പൊ സാറൊക്കെ പോലെ പോയി കഴിഞ്ഞപ്പോ ആനയായി, കടുവയായി, അതായി. തീർത്തും വ്യത്യസ്തമാണ്. സാറല്ല ആ വരുന്നത് നമ്മളെ. തീർച്ചയായിട്ടും. അപ്പൊ അതിലും വലിയ സുഖം എന്താ നിങ്ങൾക്ക് ഞാൻ തരാനുള്ളത്?